മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോടതി ക്ലാർക്കാണ്. പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് ആൻ ആക്ടർ. ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. സി നൈസ്. താങ്ക് യു. മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. சாரிங்க, நான் இங்க வந்ததே ஒரு ஃபேமிலி கெட் டுகெதர்க்காக. எல்லாருமா சோஷியல். അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി. ഞാൻ ശിവാജി ഗണേശനെ പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്തത് തരാതത് കിടത്തത് കിടക്കാതത്. சரி சரி, நான் டைரக்டர் சார் கிட்ட சொல்றேன். உங்க மிஸ்ஸஸ் எங்க? നെക്ലസ് മാറണ്ടേ? என்ன? നെക്ലേറ്റ്, ചോക്ലേറ്റ്. യമുന റാണി വരുന്ന പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് വിതരണം ഉണ്ട്. ഓ സോറി, ഐ ആം ലിറ്റിൽ ലേറ്റ്. இட்ஸ் ஓகே. മൊബൈൽ ഇതില്ലാതെ വയ്യെന്നായി. ബിപിയിലാണോ മാഡത്തിന്റെ? இல்ல. ஆமா, இதெல்லாம் எங்களுக்கு யூஸ்ஃபுல். உங்கள மாதிரி ஹவுஸ் வைஃப்க்கு தேவையா? ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ? പരിചയപ്പെട്ടില്ലേ? ഹൈക്കോടതിയിലെ ലീഡിംഗ് അഡ്വക്കേറ്റാ. പേരെന്ന? രേഷ്മ രാഖി. അതൊന്നുമല്ല, എന്റെ പേര് മോളി, ഇവളുടെ പേര് സീത. ഇത് വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റത് സ്കൂളിലിട്ട പേരാ. I see. പഠിക്കാൻ ബഹും എടുക്കരാ. ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കാ. ചേച്ചിക്ക് കണക്കിന് വട്ട പൂജയായിരുന്നു. ആ മക്കള് പോയി കളിക്ക്. അതാ പിന്നെ ഇത് அட, எல்லா ஃபிலிம் மேகசின்ஸும் இருக்கே. இதெல்லாம் நீங்க படிப்பீங்களா? പറഞ്ഞില്ലേ ഞങ്ങള് സിനിമ ക്രേസ് ഉള്ളവരാ. ஓ. அட, ஏன் போட்டோ? ഇപ്പൊ ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ റിപ്പോർട്ട് ഉണ്ട്. ரிப்போர்ட் இவ்வளவு சீக்கிரமா வந்திருக்கே. எனக்கு மலையாளம் அறியில்ல, கொஞ்சம் படிச்சு சொல்றீங்களா? വായിക്ക്. என்னாச்சு? ഇല്ല, ഒന്നുമില്ല. ആനന്ദവല്ലിക്ക് കണ്ണാടിയില്ലാതെ വായിക്കാൻ പറ്റൂല. 2.5 പവർ. ഞാൻ വായിക്കാം. വരൂ, ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം. ஓகே, வாங்க. അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. 5 കുട്ടികളുടെ അമ്മയാണെന്ന് യമുനെ അറിയിച്ചിട്ടെന്നെ കാര്യം. ആഹാ, நீங்க ஹிந்தி வாத்தியாரா? വൈദ്യരല്ല, ഹിന്ദി മാഷ. நீங்க எல்லாருமே ரொம்ப தமாஷா பேசுறீங்களே. எனக்கு ஹிந்தில ஒரு சான்ஸ் கிடைச்சிருக்கு. கொஞ்சம் ஹிந்தி படிக்கணும்னு ஆசை. അച്ഛാ, ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ. പക്ഷെ ഒരു കണ്ടീഷൻ, എന്റെ വൈഫ് അറിയരുത്. அதென்ன? കൗസല്യെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത്. ஓ, லவ் மேரேஜ். ആ പ്രേം ഷാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല. ഭയങ്കര സംശയ, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക്. മുഖസ്തുതി പറയല്ല, ആ ബഹുത് സുന്ദർ ഹൈ. Is it? Thank you for the compliment. நீங்க ரொம்ப ரொமான்டிக். Yes, I mean it. உங்க സംസാരமும் beautiful. കറക്റ്റ്. എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു വീക്ക്നെസ് ആയിപ്പോയി. அந்த സംസാരം இல்ல, സംസാരം മனைവി, ഉങ്ക വൈഫ്. ഓ, സംസാരം ഒരു മിൻസാരം. ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവളറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം. 10 ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ് ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ From തുടങ്ങേണ്ടത്. tomorrow. ഓക്കെ, പക്ഷെ അവൾ അറിയരുത്. യമുനേ, ഉങ്ക കുഴந்தைங்களா? 2 കുട്ടികളെ ഉള്ളൂ. അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. I don't agree with you. எனக்கு கல்யாணம் ஆனா 5 குழந்தைங்களாவது வேணும்னு ஆசை. 5 കുട്ടികളോ? മക്കളെ, യമുനയ്ക്ക് നിങ്ങളെ കാണണമെന്ന്. വേഗം ചെല്ല്. ഹായ്. ഇത് ഉങ്ക കുഴந்தைங்க தானே? അത് ഏയ്, അല്ല, അനാഥ കുട്ടികളാ. ഈ വീട്ടിലെ വളരുന്നേ. ഞങ്ങളെ അച്ഛാ അമ്മാന്നേ വിളിക്കൂ. പാവം, இந்த 3 പേരും ഓർഫൻസാ? അതെ, അത് 5 ചേച്ചിയുടെ ഓർഫൻസാ. ഈ 2 പേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ? കഴുതേ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരെന്ന അർത്ഥം. അറിയാമല്ലേ, പറയാൻ പോരുത്. ശരി, വരൂ, സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം.
ആ ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം. ചർമ്മമർമാണി ഹെർബൽ സോപ്പ്. ഒട്ടും ചെലവാകുന്നില്ല. ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി. ഇല്ല, ചൊറിഞ്ഞു പൊട്ടുന്നില്ല. എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. சரி பார்க்கலாம். ഓ ഓ, ഓ ഇപ്പൊ ബ്രിഡ്ജിൽ നിന്ന് എടുത്തേ ഉള്ളൂ. പൈനാപ്പിളാ, നല്ല തണുപ്പുണ്ട്. Thank you. இந்த நெக்லஸ் தானே அங்கேயும் பார்த்தேன். അത് തന്നെയാ ഇത്. അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള 3 നെക്ലേസുകളായി അവർക്കുള്ളത്. என்ன ஒத்துருமை. എന്താ? അത് തമിഴാടി. നിങ്ങൾ 3 എരുമകളും ഒരുപോലാണെന്ന്. ഒറ്റെരുമൈ. ഒന്ന് പോ ചേട്ടാ. അധികം ആട്ടണ്ട, ഊരി പോരും. ஹாய், அழகான கூந்தல். കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ஓ, hereditary. ഏയ്, ആ എണ്ണ ഞാൻ തേക്കില്ല. നല്ല കാച്ചെണ്ണ തേക്കണത്. ചേച്ചി, ഊണ് കഴിക്കാറായി. ദാ വരുന്നു. എന്താ? അയ്യോ, എന്റെ തലമുടി. മാറ്റിക്കോ. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, 3 പേരും കുക്കിങ്ങിൽ എക്സ്പെർട്ടാ. കൗസു ഇടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി. എരിക്കാനും പൊരിക്കാനും ഇന്ദുമതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങയ്ക്ക അവിയൽ വളരെ പ്രസിദ്ധ. What? മുരിങ്ങയ്ക്ക അവിയൽ அப்படின்னா? ഹിന്ദിയിൽ അതിന് മുരിങ്ങയ്ക്ക അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുറ്റാണെന്ന് തോന്നുന്നു. No, no. I'm a pure vegetarian. எனக்கு கொஞ்சம் ரைஸ், தயிர், சாலட் இதெல்லாம் போதும். അയ്യോ, ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? சாரிங்க. സസ്യഭുക്കാണല്ലേ? Yes. ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് എമുനാണ് എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? ഒന്ന് ചിരിച്ചേ. റെഡി? ഒത്തോ. സ്റ്റൈലായിട്ടുണ്ട്. പൊയ്ക്കോ. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്ര താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമിനിയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? No. There's lot of difference between real life and films. In real life, காதல், love புனிதமானது. இல்ல தம்பி? അക്കാര്യത്തിൽ എന്നെയും കൗസൂനെയും കണ്ടു പഠിക്കണം. ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു. ലവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്. അത് വാക്കിലും അതരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. നല്ല ഉച്ച. കുറച്ചുകൂടെ അടുത്ത് നിന്നേ. സാർ, അടുത്ത ഫാമിലി വരട്ടെ. ആ മൊബൈൽ ഇങ്ങത്താ. അടുത്താള് പോസ് ചെയ്തേ. അങ്ങോട്ട് നീങ്ങി നിൽക്ക്. இங்க வா. അങ്ങോട്ട് ചേർന്ന് നിൽക്ക് മനുഷ്യ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിന് പിരിച്ചെടുക്കാൻ പ്രയാസാവും. ഇനി ആരാണ് ബാക്കി? ഞാനും എവിടെയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു സ്റ്റാമ്പ് അടിയടേ. എവിടാ
സ്പൈലിംഗ് വരട്ടെ. അയ്യോ. என்னாச்சு എന്ത് പറ്റി മുത്തച്ഛ? വശനവാണടേ. വെള്ളം എടുത്ത് വെച്ചോ. ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. Okay, I'm going. Thanks to all of you. ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ.